നീണ്ട 25 വർഷത്തെ ഭരണതന്ത്രങ്ങളുടെ കഥ പറയാനുണ്ട് റഷ്യയ്ക്ക്. വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരിയുടെ കഥ. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും റഷ്യ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരി തന്നെയാണ്. 25 വർഷങ്ങൾ റഷ്യൻ ജനതയുടെ മനസ്സിൽ പുടിൻ എന്ന വ്യക്തി ഉണ്ടാക്കിയ പ്രഭാവം ചില്ലറയൊന്നുമല്ല. ഇന്നും ജനങ്ങൾ ഒരുപോലെ വിശ്വസിച്ച് ഉറക്ക വിളിച്ചു പറയുന്ന ഒരേയൊരു പേര് വ്ളാഡിമിർ പുടിൻ. യഥാർത്ഥത്തിൽ പുടിൻ ഒരു ഏകാധിപതിയാണോ? അടിച്ചമർത്തലുകൾ ഭയന്ന് റഷ്യൻ ജനത ഇന്നും അതിജീവിക്കുന്നുണ്ടാകുമോ? 25 വർഷങ്ങളുടെ ഭരണചരിത്രം പറയുമ്പോൾ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇതിൽ മൺമറഞ്ഞിരിപ്പുണ്ട്. 25 വർഷത്തിനിടെ US-ൽ 5 പുതിയ പ്രസിഡന്റുമാരുണ്ടായി. ജോർജ് W. ബുഷും ബറാക് ഒബാമയും 2 വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു. UK-ൽ 8 പുതിയ പ്രധാനമന്ത്രിമാരുണ്ടായി. മിക്കവാറും ലോകരാജ്യങ്ങളിൽ ഭരണാധികാരികൾ ഉദിച്ചസ്തമിച്ചു. പക്ഷേ ഇക്കാലം അത്രയും റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പാവകളായിരുന്നു. ഭരണഘടനയെ മറികടക്കാൻ പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും തരം പോലെ സ്ഥാനം മാറിയെങ്കിലും റഷ്യ ഭീതിയും അരക്ഷിതാവസ്ഥയും കലർന്ന വിധേയത്തോടെ ഉരുക്കുമുഷ്ടിക്കുള്ളിലാവുകയായിരുന്നു. ശീതയുദ്ധാനന്തരം US-ന് അതീശത്വമുള്ള ലോകാക്രമണം ഉണ്ടായതും സോവിയറ്റ് യൂണിയൻ ഛിന്നഭിന്നമായതും ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന റഷ്യൻ ജനത പുടിന്റെ ഹൈപ്പർ മസ്കുലിനിറ്റിയിൽ ആകൃഷ്ടരായി. ജൂഡോയിലൂടെ ദൃഢമാക്കിയ ശരീരം ഷർട്ടിടാതെ പ്രദർശിപ്പിക്കുന്ന പുടിന്റെ ചിത്രങ്ങൾ പോലും പ്രചാരവേലയ്ക്ക് ഉപയോഗപ്പെട്ടിരുന്നു. 1/4 നൂറ്റാണ്ട് കാലം കൊണ്ട് റഷ്യൻ ജനതയിൽ വലിയൊരു ഭാഗത്തിന് ആ പൊള്ളത്തരം മനസ്സിലാക്കാനായെങ്കിലും അവർക്ക് മുന്നിൽ വിജയസാധ്യതയുള്ള രാഷ്ട്രീയ ബദലുകളില്ലായിരുന്നു. പുടിനാകട്ടെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കി. നട്ടലുള്ള മാധ്യമ സ്ഥാപനങ്ങളെ മുട്ടിലഴിക്കുകയോ രാജ്യം വിടാൻ നിർബന്ധിതമാക്കുകയോ ചെയ്തു. വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ നിയമങ്ങൾ കൊണ്ടുവന്നു. പുടിനെതിരെ ശബ്ദിക്കുകയെന്നാൽ രാജ്യദ്രോഹി എന്ന സ്ഥിതിയായി. റഷ്യൻ നിഘണ്ടുവിൽ ഏറെ തിരഞ്ഞാൽ മാത്രം കണ്ടുകിട്ടുന്ന വാക്കായി മാറി ജനാധിപത്യം. ഗ്യാരി കാസ്പറോവിനെയും അലക്സി നവൽനിയെയും പോലെ പുടിനെതിരെ ചെക്ക്മേറ്റിന് കോപ്പ് കൂട്ടിയവരെ റഷ്യയിൽ നിന്നോ ഭൂമുഖത്തു നിന്നോ തന്നെ ഇല്ലാതെയാക്കി. തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ അഴിച്ചുപണിതത് താറുമാറാക്കി. അനുകൂലികൾക്ക് പോലും അവിശ്വസനീയമായ വോട്ടോടെയാണ് പുടിൻ ഏറ്റവും ഒടുവിലും തിരഞ്ഞെടുക്കപ്പെട്ടത്. 88% വോട്ട് നേടിയെന്ന് റഷ്യ പോലൊരു രാജ്യത്ത് തീർത്തും സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ അസാധ്യമായേനെ. 2004 ശേഷം പുടിൻ ശരിക്കും ഒരു തിരഞ്ഞെടുപ്പ് ജയം നേടിയിട്ടില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകൾ പേരിന് മാത്രമായിരുന്നു. ഏകപക്ഷീയമായ ഫലം വരുംവിധം സംവിധാനം ചെയ്യപ്പെട്ടതായിരുന്നു അവയെല്ലാം. പ്രാദേശിക ഭരണകൂടങ്ങളെയും ഒലിഗാർക്കുകൾ പോലുള്ള മറ്റ് അധികാര കേന്ദ്രങ്ങളെയുമെല്ലാം അതിദുർബലമാക്കി എല്ലാം ക്രെംലിനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പുടിൻ തന്റെ സമഗ്രാധിപത്യം സാധ്യമാക്കിയത്. അധികാര കേന്ദ്രീകരണത്തിലൂടെ ബഹുസ്വരതകളെ ഇല്ലാതെയാക്കി. ക്രെംലിന്റെ അധികാര പ്രയോഗങ്ങളെ ഒരു പരിധിവരെ ജനാധിപത്യപരമായി നേർപ്പിച്ചിരുന്ന ഭരണഘടനാപരവും അനൗപചാരികവുമായ സംവിധാനങ്ങളെയെല്ലാം താറുമാറാക്കി. അധികാര വഴികളെല്ലാം ക്രെംലിനിലേക്കായിരുന്നു നീണ്ടത്. അതുവഴി പുടിനിലേക്കും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ തന്റെ മുൻകാല റെക്കോർഡുകൾ നിരന്തരം തിരുത്തിക്കുറിച്ചായിരുന്നു പുടിന്റെ യാത്ര. ഇതിനപ്പുറം ഒന്നും ചെയ്യാനാവില്ലെന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു ആ ചിന്തയെ പോലും അപ്രസക്തമാക്കും വിധമുള്ള നിഷ്ഠൂരമായ അടിച്ചമർത്തലുകൾ നടത്തുന്നത്. തനിക്കെതിരെ ശബ്ദിക്കുന്ന നാവുകൾ ഓരോന്നും പിഴുതെറിഞ്ഞ് കുതിക്കാൻ രാഷ്ട്രീയ കെൽപ്പുള്ളവരെയെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടായിരുന്നു പുടിന്റെ യാത്ര. നീതിന്യായ വ്യവസ്ഥയുടെ അധപ്പതനമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തുല്യതയ്ക്ക് പ്രവേശനമില്ലാത്ത കോടതി മുറികളാണ് പുടിന്റെ 2ാം ഭരണകാലം തൊട്ടുണ്ടായത്. സ്വാതന്ത്ര്യം അടിയറ വെച്ച് പൂർണ്ണമായും ഭരണകൂടത്തിന് വിധേയമായ തീരുമാനങ്ങളാണ് കോടതി വിധികളായി പുറത്തു വന്നത്. ചീഫ് ജസ്റ്റിസുമാർക്ക് അമിതാധികാരം നൽകുന്നതടക്കമുള്ള നിയമ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം കോടതികളെ ചൊൽപ്പടിക്ക് കൊണ്ടുവരികയായിരുന്നു. ഭരണകൂടത്തിന്റെ പൗരവേട്ട നിർബാധം തുടരുമ്പോൾ അരുതെന്ന് പറയാൻ നിയമത്തിന്റെ നാവ് പൊന്തിയിരുന്നില്ല. പുടിനോട് കൂറുള്ള പഴയ സുഹൃത്തുക്കളെല്ലാം ശതകോടികൾ കൊയ്തുകൂട്ടി. വലിയ പദ്ധതികൾ പലതും അവർക്കാണ് ലഭിക്കുന്നത്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന വലിയൊരു പരിധിയോളം ഇത്തരക്കാരാണ്. പുടിൻ ഇവരെ ഒരു മറയോ രാഷ്ട്രീയ കവചമോ ആയി ഉപയോഗിക്കുകയാണ്. പുടിന്റെ ഭരണം ഇതാ പിഴുതെറിയപ്പെടാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ച ജനകീയ പ്രതിഷേധങ്ങൾ പോലും വന്നതുപോലെ അങ്ങ് പോയി. തിരഞ്ഞെടുപ്പിനെ തുടർന്ന് മോസ്കോയിൽ 2011-ലുണ്ടായ പ്രതിഷേധം, പെൻഷൻ പരിഷ്കാരങ്ങളെ തുടർന്ന് 2018-ലുണ്ടായ ജനവികാരം, പുടിന്റെ രാഷ്ട്രീയ എതിരാളി അലക്സി നവൽനിക്ക് നേരെയുള്ള ഭരണകൂട പ്രതികാരത്തിനെതിരെ പല കാലങ്ങളായി ഉണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങൾ, യുക്രൈനോടുള്ള യുദ്ധ പ്രഖ്യാപനത്തെ തുടർന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗും മോസ്കോയും അടക്കമുള്ള പ്രധാന നഗരങ്ങളിലെ തെരുവുകളിൽ കണ്ട ജനരോക്ഷം, പ്രിഗോഷിന്റെ കൂലിപ്പട്ടാളം നടത്തിയ കലാപം, ഇവയൊക്കെ പുടിനെ മറിച്ചിടുമെന്നും കരുതിയ രാഷ്ട്രീയ എതിരാളികളും നിരീക്ഷകരുമുണ്ട്. എന്നാൽ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കാൻ പുടിന്റെ തന്ത്രങ്ങൾക്കായി. റഷ്യയെ അടക്കി വാണ 25 വർഷങ്ങൾ അധികാരമോഹം ശമിക്കാതെ പുടിൻ ഇന്നും ഏകാധിപതിയായി തന്നെ വാഴുകയാണ്.